ശ്യാമേ, പണ്ട് നടന്മാർ ചെയ്ത വീഡിയോകളെല്ലാം ഇപ്പോൾ തിരിഞ്ഞു കുത്തുകയാണല്ലോ. ഓരോരോ ആരോപണങ്ങളായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഇൻസ്റ്റാഗ്രാമിലെ റീലോളികൾ പഴയ വിഷ്വൽസൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ജയസൂര്യയും ഭാവനയും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്ന, പണ്ട് ഇവർ വിദേശത്തെന്തോ പോയപ്പോൾ സംസാരിക്കുന്നു, ജയസൂര്യയുടെ ആ ഒരു തനി സ്വഭാവം പുറത്ത് വരുന്നൊരു പഴയ വീഡിയോ ഇന്ന് റീലായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഭാവനയോട് ജയസൂര്യ ചോദിക്കുകയാണ്, നീ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നീ നല്ല വേഷം, ശരീരമെല്ലാം മറച്ച വേഷം, എന്നാൽ മറ്റുള്ള ഇൻഡസ്ട്രികൾ പോകുമ്പോൾ തുണി ഉരുക്കളയുന്നു, അതെന്താടി അങ്ങനെ? ഇനി നീ എന്തോ ബിക്കിനിയോ കുക്കിനിയോ അങ്ങനെ എന്തോ ഒരു സാധനം നീ ഇട്ടിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്നെ കൂടെ വിളിക്കണേ. തൊട്ടപ്പുറത്ത് സുരാജ് വെഞ്ഞാറമ്മൂട് ഇരിപ്പുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് പറയണം, അതെ ഞങ്ങൾക്ക് അവിടെ വന്ന് നിൽക്കാനാണ്, കാണാനാണ്. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, പണ്ട് ഈ സിദ്ദിഖും നമ്മുടെ മുകേഷും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. ഏതോ ഒരു പരിപാടിയിലാണ്, മഴവിൽ മനോരമയുടെ ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ, അത് നോക്കണം. അതിനകത്ത് ഈ സിദ്ദിഖും മുകേഷും രണ്ടുപേരും രാമലീലയിൽ അഭിനയിച്ചാണല്ലോ. ഇവർ പറയുകയാണ്, രാധിക നമ്മുടെ ശരത് കുമാറിൻ്റെ ഭാര്യ രാധിക ഞങ്ങളോട് രാത്രി വന്ന് ചോദിക്കും, എന്താ നിങ്ങൾക്ക് ഇത്ര ചിരിക്കുക എന്നുള്ളത് എന്ന് ചോദിക്കും. രാത്രി ഭയങ്കര ബഹളം. അപ്പോൾ പറയും കോമഡി ടൈം. രാധിക ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, ഞാൻ ക്യാരവാനിൽ ക്യാമറ വെച്ച് ഇവന്മാർ ഈ സ്ത്രീകൾ തുണിമാറുന്ന ചിത്രങ്ങളെടുത്ത് ഫോൾഡറിലാക്കി അത് രാത്രി കാലങ്ങളിൽ ഇവന്മാർ ക്യാരവാനിൽ തന്നെ ഇരുന്ന് കണ്ട് ചിരിക്കും. ഇപ്പോൾ പഴയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിഞ്ഞു കുത്തുകയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു വീഡിയോ, അത് പോസിറ്റീവ് ആസ്പെക്റ്റിലാണ്. മമ്മൂട്ടിയോട് മുകേഷ് ചോദിക്കുന്നുണ്ട്, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ സെറ്റിൽ വരുമ്പോൾ എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ്, സ്ത്രീകളോട് മിണ്ടില്ല, എന്നെയും മോഹൻലാലിനെയും പോലെയല്ല, ഞാനൊന്നിലുണ്ട്, മോഹൻലാലിനെയും പോലെയല്ല, എപ്പോൾ ആലോചിക്കുമ്പോൾ പശ്ചാത്താപം തോന്നുന്നുണ്ടോ എന്ന് മമ്മൂട്ടിയോട് വേദിയിൽ വെച്ച് ചോദിക്കും. അപ്പോൾ മമ്മൂട്ടി പറയും, സ്ത്രീകളെ കണ്ടാൽ എനിക്ക് വിറവൽ വരുമോ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, ഞാൻ സ്ത്രീകളോട് അധികം സംസാരിക്കാറില്ല, ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ, മുകേഷിനെ പോലെ അത്രയധികം കാര്യങ്ങൾ എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാനില്ല. ഇതൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്കിത് ക്യാരവാനിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ ക്യാരവാൻ വിഷയം? രാധിക പറഞ്ഞത് വലിയ ഒരു കോളുകളൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയുടെ പുറത്ത് വന്നാൽ പിന്നെ അതിൻ്റെ വിശ്വാസ്യത ഒന്നുകൂടെ കൂടി. അതെ, ഈ ക്യാരവാനിനുള്ളിൽ കയറിയാണല്ലോ ഒരു വസ്ത്രം മാറുന്നത്. പണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ പഴയ കാലങ്ങളിൽ ഇതിനു വേണ്ടി ഒരു മറപ്പുര പോലെ ഇങ്ങനെ കെട്ടിവെക്കുമായിരുന്നു. സിദ്ദിഖ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ യമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങളുടെ സഹോദരിമാർക്ക് ഞങ്ങൾ തുണി പിടിച്ചു കൊടുത്ത് അവർ ഡ്രസ്സ് മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മറപ്പുര പറഞ്ഞപ്പോൾ എനിക്ക് ഇത് അതുപോലെ ഇങ്ങനെ മറപ്പുര പോലെ ഇങ്ങനെ കെട്ടിവെക്കുമായിരുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ. അവിടെ നിന്നാണ് ഇവർ വസ്ത്രം മാറാറ് ഉണ്ടായിരുന്നത്, പഴയ കാലങ്ങളിൽ നിന്നാണ്. അപ്പോൾ എന്നോട് പഴയൊരു സംവിധായകനാണ് ഈ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആ സംവിധായകനും എന്നോട് പറഞ്ഞു, ഈ ക്യാരവാനിനകത്ത് നടക്കുന്ന അക്രമങ്ങൾ, ഈ ക്യാരവാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് തന്നെ അത് ലൈംഗിക ചൂഷണത്തിനുള്ള ഒരു സ്ഥലമാണെന്നാണ്. ക്യാരവാൻ അത് പിന്നെ യുവനടിമാർക്ക് വേണ്ടി നടന്മാർ സ്വന്തം ക്യാരവാൻ വിട്ടുകൊടുത്ത ശേഷം അവർക്ക് വസ്ത്രം മാറുന്നതിനൊക്കെ അങ്ങോട്ട് പോയി നിങ്ങൾ കയറി ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കൊടുക്കും. അത് മറ്റൊരു ചൂഷണ ഉപാധിയാണ് എന്നാണ് ഒരു സംവിധായകൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അവിടെ ക്യാമറ വെക്കും, അതുപോലെ തന്നെ അതിനുള്ളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട്. ഒരേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് ക്യാരവാനിനുള്ളിൽ ലൈംഗിക ചൂഷണവും നടക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ രാധിക പറഞ്ഞത് ടോയ്ലറ്റിനുള്ളിൽ ക്യാമറ വെക്കുന്നു, ടോയ്ലറ്റിനുള്ളിൽ ക്യാമറ വെച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നു. ഈ പകർത്തിയെടുക്കുന്ന ദൃശ്യങ്ങൾ ഓരോ നടിമാർക്കും പ്രത്യേകം ഫോൾഡറാണ്. നടിമാരുടെ പേരിൽ തന്നെ ഫോൾഡറിൽ ലാപ്ടോപ്പുകളിൽ ഇത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്നത് താൻ കണ്ടു എന്നും അതിനുശേഷം ക്യാരവാനിൽ പോയി വസ്ത്രം മാറാൻ താൻ ഭയപ്പെട്ടു എന്നുമാണ് രാധിക പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ അവർ പരാതി നൽകാൻ തയ്യാറല്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തു? ഒരു ചൂഷണത്തിനുള്ള ഒരു മാർഗ്ഗമല്ലേ നിങ്ങൾ ചെയ്തു വെച്ചത്? അത്രത്തോളം അപകടകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് നിങ്ങളത് പുറത്തുവിട്ടില്ല എന്നതാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്ന ഒരു കാര്യം. തീർച്ചയായും അത് പ്രസക്തമല്ലേ? അത് അറിഞ്ഞിട്ടും ഒരു സ്ത്രീ ആയിട്ടുള്ള അവർ ആ വിവരം പുറത്ത് വിടാതിരിക്കുക, അതിനെ തടയിടാൻ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇവര് ഇതറിഞ്ഞപ്പോൾ ബഹളം വെച്ചു എന്ന് അവര് ബൈറ്റിൽ പറയുന്നുണ്ട്. ഞാൻ നമ്മളൊക്കെ ബഹളം വെച്ചു, എല്ലാവരും കൂടെ ചെന്ന് കാലി പിടിച്ചു കാണുമായിരിക്കും മിക്കവാറും. ഇൻഡസ്ട്രി മുഴുവൻ തകർന്നു പോകും എന്ന് പറഞ്ഞു. അതെ, ഈ മുകേഷിന്റെ ഈ വീഡിയോക്കകത്ത് മുകേഷ് പറയുന്നത് രാമലീലയിൽ വെച്ചാണ്. രാമലീലയിൽ ഇവർ 3 പേരും ഉണ്ടായിരുന്നു, സിദ്ദിഖും ഉണ്ടായിരുന്നു, മുകേഷും ഉണ്ടായിരുന്നു, രാധികയും ഉണ്ടായിരുന്നു. കാരവാൻ പകുതിയായി തിരിച്ച് പകുതി ഇവർക്കും പകുതി നടന്മാർക്കും എന്ന രീതിയിലാണ്
കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ നടന്നൊരു സംഭവമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ കാരവാന്റെ കഥകൾ വ്യാപകമാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വസ്ത്രം മാറുന്നതിനൊക്കെയുള്ള സൗകര്യമായി കാരവാൻ നടന്മാർ വിട്ടുകൊടുക്കുകയും സ്വന്തം കാരവാൻ വിട്ടുകൊടുക്കുകയും പിന്നീട് അവർ കയറിയതിനു ശേഷം തന്നെ ഈ കാരവാനുള്ളിൽ ഈ നടൻ, അതായത് പകുതിയായി തിരിച്ചു കൊടുക്കുന്ന കാരവാനകത്ത് ഇപ്പുറത്തിരിക്കുന്ന നടൻ അപ്പുറത്ത് ഇരിക്കുന്ന കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് ക്യാമറയിൽ കൂടെ തന്നെ കാണാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്നാണ് കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ കഥകളാണ് ഓരോ ദിവസവുമായി ഈ ചൂഷണത്തിന്റെ കഥകൾ പുറത്തു വന്നിരിക്കുന്നത്. നടി ചാർമിള പറഞ്ഞു കേട്ടില്ല, ഇറങ്ങി ഓടിയെന്ന്. 28 പേര് കൂട്ടബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. 28 പേര്, അത്രയധികം പേര് ഇറങ്ങി ഓടി, ഓട്ടോ ഡ്രൈവർമാർ രക്ഷിച്ച് കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. ഇതൊരു ഭയങ്കര ചൂഷണ ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നും ഇന്നലെ അല്ല ഈ സിനിമയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. നടി സ്മിതയുടെ മരണമൊക്കെ പിന്നീട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊക്കെ കഥകൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നുണ്ട്. സ്മിത എന്തുകൊണ്ട് അത് ചെയ്തു, ആ കടുങ്കൈ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്മിതയ്ക്ക് അവർ മരണപ്പെട്ടിട്ടും അവരോട് സ്ഥിരമായി അഭിനയിച്ചു കൊണ്ടിരുന്ന, അവരോട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളിൽ അഭിനയിച്ചിട്ട് പോലും അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞൊരു കഥ. സ്മിത മാത്രമല്ലോ, ആകാശഗംഗയിൽ യക്ഷിയായിട്ട് അഭിനയിച്ചാണ്. അതെ മരണപ്പെട്ടു. അവരും ആത്മഹത്യയായിരുന്നു. അവരും ഈ പറയുന്ന പോലെ അവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ലൈംഗിക ചൂഷണത്തിന്റെ കഥകളൊക്കെ അത് അന്നേ പുറത്തു വന്നിരുന്നു. അവരുടെ മരണത്തിന് കാരണം ഈ പറയുന്ന പോലെ ചൂഷണമാണ് അവരുടെ മരണത്തിന് കാരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്മിതയുമായി ബന്ധപ്പെട്ടും ചൂഷണമാണ് മരണത്തിന്റെ കാരണം എന്നുള്ള പുറത്തു വന്നിരുന്നു. പിന്നീട് ഒറ്റ സിനിമയിൽ മാത്രം രംഗം കാണിച്ച് പോയ മുഖം കാണിച്ചു പോയ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള 2 പെൺകുട്ടികളുടെ കഥ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ 2 പെൺകുട്ടികൾ പോകാനുള്ള കാരണം അതിൽ ഒരു കുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണ് കഥ. ഒരു കുട്ടിയെ റേപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അഭിനയിച്ച സീൻ ഇപ്പോഴും ആ സിനിമയ്ക്കകത്തുണ്ട്. ആ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ഇപ്പോഴും ആ സീനുണ്ട്, ആ കുട്ടിയുടെ സീനുണ്ട്. അത് വളരെ കുറച്ചൊരു സീനാണ്. പക്ഷെ ആ സീൻ എടുത്തതിൻ്റെ അന്ന് രാത്രിയിൽ തന്നെ ആ കുട്ടിയെ കൂട്ടത്തോടെ റേപ്പ് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന കഥ. മറ്റൊരു കുട്ടി ഓടി രക്ഷപ്പെട്ടു എന്നാണ്. റേപ്പിന് ശേഷം ഓടി രക്ഷപ്പെട്ടു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, മലയാള സിനിമയിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഓടി രക്ഷപ്പെട്ടു എന്നാണ്. പിന്നീട് വേറൊരു കഥയുള്ളത് ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഒരു സിനിമ 50 ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് നടന്ന സിനിമ 20ാമത്തെ ദിവസം അതിലെ ജൂനിയർ ആർട്ടിസ്റ്റിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. യൂറിൻ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ എറണാകുളത്തെ ഒരു വലിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നതാണ് അന്ന് പുറത്തു വന്ന കഥ. ആ കഥ പുറത്തു വരികയും നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുന്ന ആ കുട്ടി പരാതിയില്ല എന്ന് പറഞ്ഞു. തനിക്ക് ഇൻഫെക്ഷനാണ്, യൂറിനറി ഇൻഫെക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. ആ യൂറിനറി ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് താൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നതെന്നൊരു വിശദീകരണം ആ കുട്ടിയുടെ ബന്ധുക്കൾ നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത പുറത്തു വരാതിരുന്നത്. അന്ന് മാധ്യമങ്ങളെല്ലാം അവിടെ തേടി ചെന്നതാണ്. ആ ഹോസ്പിറ്റലിന്റെ പേരിൽ പിന്നീട് പല കഥകൾ കയറി വന്നതാണ്. അവയവ വിവാദമൊക്കെ വന്നത് ആ ഹോസ്പിറ്റലിന്റെ പേരിലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് ഈ കുട്ടി അഡ്മിറ്റ് ചെയ്തപ്പോൾ ഈ കുട്ടി അവിടെ നിന്നും തന്നെ ഇതുപോലെ ഒരു സിനിമാ സെറ്റിൽ ഒരു റേപ്പ് നടന്നിട്ടുണ്ട്, ആ റേപ്പിൽ ഉൾപ്പെട്ട ഇര ഈ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്ന വിവരം ആശുപത്രിക്കുള്ളിൽ നിന്ന് തന്നെ രഹസ്യമായി പുറത്തു വരികയും മാധ്യമങ്ങൾ അത് അറിയുകയും ചെയ്തു. അങ്ങനെയാണ് മാധ്യമങ്ങൾ പോയി ആ കുട്ടിയെ കാണുന്നത്. അന്ന് ഞാൻ എറണാകുളത്ത് റിപ്പോർട്ടറാണ്. അപ്പോൾ നമ്മളൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടും വിവാദമായപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടും യൂറിനറി ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞ് പുറത്തു വന്നു. അത് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും നേരത്തെ അറിയാമല്ലോ. പല വിവാദങ്ങൾ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. എപ്പോഴും വിവാദ നായകനാണ് ആ ഹോസ്പിറ്റൽ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമാ സെറ്റിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ മുകേഷിന്റെ ഒരു വേറൊരു വീഡിയോ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. 2 പെൺകുട്ടികളുമായിട്ടുള്ള ഒരു നൃത്തം. ആദ്യം നൃത്തം എങ്ങനെ നടക്കുന്നു, അത് അഭിനയമാണെന്നാണ് പറയുന്നത്. നടക്കുന്നു. പിന്നീട് ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ 2 കുട്ടികളെയും പിടിച്ച് ചേർത്ത് പിടിക്കുന്നു. അതിലൊരു കുട്ടി ഇറിറ്റേഷൻ കാണിക്കുന്നു. അപ്പം മുകേഷ് പറഞ്ഞു ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ്, ഇത് നൃത്തത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇടവേള ബാബു വേറൊരു നടിയുമായിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നല്ലോ, ടിക്ടോക്ക് വീഡിയോ. നടി ഇന്ന് വിശദീകരണമായിട്ട് രംഗത്തെത്തി. അത് ടിക്ടോക്ക് വീഡിയോ ആണ്, നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞ് ആ നടി രംഗത്തെത്തിയിട്ടുണ്ട്. മഞ്ഞ ബൾബുകൾ എന്നാണ് ആ പാട്ടിനകത്ത്. ബാബു എന്ന് പറയുന്ന ഒരു പേര് പറയുന്നുണ്ടല്ലോ, ബാബുവേട്ട പേര് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ ടിക്ടോക്ക് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഒരു മീഡിയ ഈ ഇടവേള ബാബുവിനെ പിടിച്ചു നിർത്തി. ഇടവേള ബാബുവിനെ ഇല്ല, ഇപ്പോഴും ഉണ്ട്. എല്ലാം മുൻകൂർ ജാമ്യത്തിന് പോയിരിക്കുകയല്ലേ.
എല്ലാവരും കൂട്ടത്തോടെ മുൻകുറഞ്ഞ അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഞാൻ അല്ലാതെ ഒരു വക്കീൽ പണി മിസ് ചെയ്യുന്നത്. എനിക്ക് ആ പണി ഇവിടെ ഇല്ലാതായി പോയല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വക്കീലന്മാർക്ക് ചാകരയാണ്. ഓണക്കാലമായിട്ട് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് കോടികളല്ലേ വന്നിരിക്കുന്നത്. മറ്റേ അദ്ദേഹം എന്താണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, പിന്നെ കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ട് ജയസൂര്യൻ. ആ പോസ്റ്റ് ഞാൻ വായിച്ചു. അവസാനം വരെ ഓക്കെയാണ്, പക്ഷെ അവസാനം കൊണ്ട് നശിപ്പിച്ചു. പാപം ചെയ്യാത്തവർ കല്ലെറിയിട്ടേ. ഞാൻ പാപം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായി ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അതിനു മുമ്പ് തന്നെ സെറ്റിലൊന്നും ഇങ്ങനെയുള്ള കഥകൾ ഇതുവരെ ഇദ്ദേഹത്തിന്റെ ആരും കേട്ടിട്ടില്ല, നമ്മളാരും കേട്ടില്ല. ഒരു നന്മമരം ജയേട്ടനാണല്ലോ. നന്മ പണ്ടങ്ങനെയല്ലായിരുന്നു, പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടായതാ പുള്ളിക്ക്. പുള്ളി പെട്ടെന്ന് സ്പിരിച്വാലിറ്റി, നന്മമരം, പിന്നീട് വാ തുറന്നാൽ സംസാരം. പണ്ടൊക്കെ തറ കോമഡികൾ പറഞ്ഞുകൊണ്ടിരുന്ന ജയസൂര്യ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എണീച്ചപ്പോൾ മോട്ടിവേഷൻ സ്പീക്കറായി. നമ്മുടെ അനിൽ ബാലേന്ദ്ര മേനോന് അല്ല ഇതുണ്ടല്ലോ ഇപ്പൊ മോട്ടിവേഷൻ വന്ന് തെറി വിളിക്കുന്നത്, അതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് പുള്ളി മോട്ടിവേഷൻ സ്നേഹത്തോടെ നമ്മൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ അതിന്റെ വിഷയമല്ല, അതൊരു വിഷയമല്ല. അതെ, ഇതിന് നിൽക്കുന്ന ഒരാളുടെ മനസ്സ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നം എവിടെ പറഞ്ഞുകൊണ്ട് ചില സമയത്ത് ഇറിറ്റേഷൻ തോന്നും. അത് പുള്ളി ഇനി ജെനുവിനായിട്ട് മാറിയതാണോ എന്ന് എനിക്ക് അറിയില്ല. പുള്ളി ഒരു ഭീകര മോട്ടിവേഷന്റെ അങ്ങേ അറ്റം. ഇത് ഞാൻ കൂട്ടുകാരും കൂടെ ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഒരു പല്ല് കോന്ത്രപ്പല്ലാണ്, എടാ കോന്ത്രപ്പല്ലാന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ചിരി നഷ്ടപ്പെട്ടു നമ്മൾ എന്നൊക്കെ പറയുന്നത്. ഞാനിങ്ങനെ എടാ തമിഴിൽ പറയില്ല എടാ ഗൊമ്മാള് എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ അത് കേട്ടോണ്ട്. അതേസമയം ഇയാളുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോണ്ടല്ലോ ഭാവനയൊക്കെ അടുത്തിരുത്തിക്കൊണ്ട് എന്താടി ബിക്കിനി, നീ ബിക്കിനി ഇടുമ്പോൾ വിളിക്കണേ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സംഭവം ആ വീഡിയോ ഒക്കെ ഇപ്പൊ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഒരു ഷിഫ്റ്റ് വരുന്നു. ഇനി അദ്ദേഹത്തിന് ഇനി ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടന് ബോധോദയം ഉണ്ടായെന്ന് പറയുന്നത് പോലെ വല്ല ബോധോദയം ഉണ്ടായതാണെന്ന് എനിക്കറിയാം. ഈ പറയുന്ന പോലെ ഒരു കഥ പുറത്തു വരുമ്പോഴല്ലേ വ്യാപകമായി ഇവരുടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹത്തിന് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന കുറച്ച് കഥകളൊക്കെ കേട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അതൊരു പുറത്ത് ഇങ്ങനെയുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എറണാകുളത്ത് സ്ത്രീകൾക്ക് നല്ല വാഷ്റൂം ഇല്ല. ആരെന്തേലും പറഞ്ഞു പഴയ ഒരു പറയുന്നത്. അതായത് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളൊക്കെ ചാടിക്കേറി ജയേട്ട ഇടപെടും. റോഡില്ല, തോടില്ല, വീടില്ല, വാഷ്റൂം ഇല്ല എന്നൊക്കെ പറഞ്ഞു. കൃഷിയാണ് പ്രധാനം. കൃഷി കർഷകനാണ്, ഏരാളിയാണ്. അപ്പൊ ഈ CPM-കാർക്ക് ജയസൂര്യയോട് വലിയ ചുരുക്കുണ്ട്. കാരണം ഈ ഇടയ്ക്ക് മുഹമ്മദ് റിയാസിനെ വേദിയിലിരുത്തി ജയസൂര്യ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. റോഡുകൾ നന്നാക്കാത്തത് മഴയാണ് കാരണമെങ്കിൽ ചിറാപ്പുഞ്ചിയിലൊന്നും റോഡുകളെ കാണില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അത് CPM-ന് വല്ലാതെ ഡാമേജ് ആക്കി. ഇപ്പൊ CPM-കാര് താറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ജയസൂര്യയെ സ്റ്റാറേ എടാ വാഷ്റൂം വീരാന്നൊക്കെ പിടിച്ചോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് എല്ലായിടത്തും എല്ലാ സ്ത്രീകളും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത് ഈ ടോയ്ലറ്റിന്റെ അടുത്ത് നിന്ന്. അതാണ് രണ്ട് ആരോപണം വന്നതും ടോയ്ലറ്റ് ആണ് പറയുന്നത്. രണ്ട് സ്ത്രീകളാണ്. രണ്ട് സ്ത്രീകൾ അവർ തമ്മിൽ സുഹൃത്ത് ബന്ധമോ സൗഹൃദമൊന്നും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ട് ഘട്ടത്തിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ. ആ രണ്ട് ഏരിയയിലുള്ള രണ്ട് സ്ത്രീകളും പറയുന്നു ടോയ്ലറ്റിനോട് ചേർന്ന് ഇദ്ദേഹം നിൽക്കുകയാണ്, അവിടെ വെച്ച് കയറി പിടിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. അതോടുകൂടിയാണ് ടോയ്ലറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞ പേര് പറയുന്നത്. വ്യാജ പീഡന ആരോപണം എന്നാണ് പറയുന്നത്. അതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട്. വ്യാജ പീഡന ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. രണ്ടാമത് അവരുടെ കൺസെന്റോട് കൂടെയാണ് അവരെ കയറി പിടിച്ചത്. മനസ്സിലായി? കൺസെന്റോട് കൂടി അവരെ ആനയിച്ചു, ഞാൻ ചെന്നു അങ്ങനെ. അതാണ് രണ്ട് ആംഗിൾ മാത്രമേ അതിനകത്തുള്ളൂ വ്യാജ പീഡനം എന്ന് പറയുമ്പോൾ. എന്നിട്ട് ഏറ്റവും താഴെ പുള്ളി പറയുന്നുണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഈ പൾസർ സുനി ഇതിന്റെ CCTV-യുടെ കാര്യം പറഞ്ഞു, അല്ല ക്യാമറ വെച്ചതിന്റെ കാര്യം പറഞ്ഞു. പൾസർ സുനിയുടെ കയ്യിൽ മലയാളത്തിലെ ഒരുമാതിരി എല്ലാ നടിമാരുടെയും നഗ്ന ദൃശ്യം ഉണ്ടെന്നാണ്. പിന്നെ പൾസർ സുനി ഇതിന് അഡിക്റ്റാണ്. ഇങ്ങനെയുള്ള നടിമാരെ ഉപദ്രവിച്ച് വീഡിയോ പകർത്തുക, രണ്ട് നടിമാരുടെ ദൃശ്യങ്ങൾ ഇതുപോലെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുക. ഇങ്ങനെ വ്യാപകമായി അയാളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്നാണ് അന്ന് പുറത്തു വന്ന കഥ. അത് പോലീസ് ഒരു ഭാഗമൊക്കെ ശരിയാക്കുകയും ചെയ്തു. കാര്യം നടിയെ ആക്രമിച്ചതിന്റെ വിഷ്വലുണ്ടല്ലോ, അത് ആക്രമിച്ചതിന്റെ ദൃശ്യമുണ്ട്. ആ ആക്രമിച്ചതിന്റെ എങ്ങനെയാണ് ആക്രമിച്ചത് എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യം പകർത്തിയതിന്റെ കോപ്പി പോലീസിന്റെ കയ്യിലുണ്ട്. അത് കോടതിയിലുണ്ട്. കോടതിയിൽ നിന്ന് അത് ചോർന്നിട്ടുമുണ്ട് എന്നല്ലേ പുറത്തു വന്നത്. അപ്പോൾ ഇവിടുത്തെ പല നടിമാരും ഭയപ്പെടുന്നത് അതാണ്. ഒരു ഭാഗത്ത് ഇവർക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു ചൂഷണം ഉണ്ടായാൽ പോലും എൻ്റെ നഗ്ന ദൃശ്യം ഒരാളുടെ കയ്യിലുണ്ട്, അത് പുറത്തു വരുമോ എന്നുള്ളൊരു ആശങ്കയില്ലേ. അത് പുറത്തു വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കാന്നൊരു ടെൻഷനില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ചൂഷണത്തെക്കുറിച്ച് ഇവരും പറയാതിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന നടി രാധിക പറഞ്ഞല്ലോ, രാധിക ഇത് പുറത്തു പറയാൻ തുടങ്ങിയപ്പോൾ ഇതാ നിങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണോ ഇനി അവർ പരാതി കൊടുക്കാൻ തയ്യാറാത്തതെന്ന് വിചാരിച്ചാലോ. അങ്ങനെ ഒരു ഭാവം കൂടില്ലേ. അവർ പോലും അറിയാതെ അവരുടെ വസ്ത്രം മാറുമ്പോഴോ അവർ ടോയ്ലറ്റിൽ പോകുമ്പോഴോ ഒക്കെ ആ ദൃശ്യം പകർത്തി വെച്ചിട്ടുണ്ടെങ്കിലും
അതുകൊണ്ട് ഇപ്പം നിങ്ങളിത് വിഷയം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ പുറത്തു വരും. എന്നൊരു കാര്യം പറഞ്ഞാലോ, എന്തായാലും ഇത് വളരെ അപകടകരമാണ്. ഈ കാരവാൻ സംസ്കാരം എന്ന് പറയുന്നത്, കാരവാൻ ഇല്ലാതെ ഇപ്പോൾ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഷൂട്ടിംഗ് സൈറ്റുകളിൽ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു 3 സിനിമ അഭിനയിച്ച ശേഷം ഒരു നടൻ ഇത് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഷൂട്ടിംഗ് മുടക്കിയെന്നാണ് ഒരു കഥ. അപ്പാനി ശരത്ത് കാരവാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് മുടക്കിയെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഓ അത് ശരി. അപ്പാനി ശരത്ത് ഞാൻ പണ്ട് പോലെ ശ്രദ്ധിക്കുന്ന നടനാണ്. അങ്കമാലിക്ക് ശേഷം അപ്പാനി ഒന്ന് ക്ലച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ട് ഒന്നിനും നടന്നിട്ടില്ല. അപ്പാനി വന്ന് അടിക്കുന്ന ഡയലോഗ് കേൾക്കണം. ഒരിക്കൽ നിങ്ങൾ എന്നെ ആഘോഷിക്കപ്പെടും, ഞാൻ നിങ്ങളെ വേടയിലേക്ക് ഇറങ്ങി വരും, എന്റെ സിനിമ കാണാൻ. അപ്പൊ എനിക്ക് പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ ഒരു പാവം മനുഷ്യൻ, ചൂഷണങ്ങളാണ്, ഞാൻ എന്താണ് എനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് പോസ്റ്റൊക്കെ ഇടും. ഇപ്പൊ ഈ ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ച് പുള്ളി നടക്കുകയാണ്. ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ്. അല്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നൊരു ആരോപണം വന്നു. അത് അദ്ദേഹത്തിന് മറുപടിയും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവമില്ല, തെറ്റാണ്, അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല എന്നൊരു ചോദിക്കാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര വലിയൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് എന്നല്ല, ഒട്ടും എസ്റ്റാബ്ലിഷ്ഡ് നടന്നല്ല. അല്ല, അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ പരാതി വന്നിരുന്നു. അങ്ങനെ പരാതി വന്നിരുന്നു. ആ പരാതിക്ക് അയാൾ മറുപടി പറഞ്ഞിരുന്നു. പിന്നെ ഇതുപോലെ ഒട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ഒരു നടൻ ഒരു പരാതി കൊണ്ടുവന്ന സിനിമയിൽ ജാതി സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന എനിക്ക് ഓർമ്മയുള്ളത് നീരജ് മാധവ. പുള്ളി കൊണ്ടുവന്ന ആരോപണം ഭയങ്കര കിടിലവാ. എന്ന് പറഞ്ഞാൽ വലിയ വലിയ താരങ്ങൾക്ക് ഗ്ലാസ്സിൽ ചായ കൊടുക്കുന്നു, എനിക്ക് മാത്രം മറ്റേ സ്റ്റീൽ ഗ്ലാസ്സിൽ തരുന്നു എന്നുള്ളത്. ഇതൊക്കെയാണ് പുള്ളിയുടെ ആരോപണം എന്ന് പറയുന്നത്. അതാണ് പിന്നെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണെന്ന് അറിയാം. ഏതായാലും ഇത്രയധികം ദൃശ്യങ്ങൾ അവരുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ രാധിക അത് ശരിവെച്ചു. അതേപോലെ രാധിക പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പഴയ മുകേഷിന്റെ ആ വീഡിയോയും പുറത്തു വന്നു. മുകേഷിന് ഏതായാലും നല്ല സമയമാണ്. പണ്ട് പറഞ്ഞതെല്ലാം കുത്തിപ്പോക്കുക നാട്ടുകാർ. മുകേഷ് കഥകൾ